ഹലോ ഗായ്സ്, ബിഗ് ബോസ് സീസൺ 7 ഡേ 18. എന്താണ് ബിഗ് ബോസ് 7-ല് 18-ാം തീയതി സംഭവിച്ചത് എന്നുള്ളത് നമുക്കറിയണ്ടേ. രാവിലെ തന്നെ പാട്ടും ഡാൻസും ഇട്ടിട്ട് മത്സരാർത്ഥികളെല്ലാം ഒന്ന് ഉഷാറാക്കി എടുക്കുന്നുണ്ട് നമ്മുടെ ബിഗ് ബോസ്. അങ്ങനെ ഉഷാറായിരിക്കുന്ന സമയത്ത് അവരുടെ ഉഷാറ് വീണ്ടും പോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കിച്ചണിൽ പോയപ്പോൾ കിച്ചണിൽ ഗ്യാസ് ഇല്ല, ഗ്യാസ് തീർന്നിരിക്കുന്നു. അപ്പൊ ഗ്യാസിന് വേണ്ടിയിട്ട് എല്ലാവരും ജാഥ വിളിക്കുന്നൊക്കെ ഉണ്ട്. ബിഗ് ബോസേ ഗ്യാസ് ഇല്ല, ഗ്യാസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മത്സരാർത്ഥികൾ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു പേഴ്സണൽ എടുക്ക് നവീൻ വന്നിട്ടൊരു കാര്യമുണ്ട്. നിങ്ങളുടെ കയ്യിൽ പോണ്ടല്ലേ ഇത്ര ഗ്യാസ് തീർന്നത്, ചൊകിനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഗ്യാസ് തീരില്ലല്ലോ എന്നൊക്കെ നമ്മുടെ നവീൻ പറയുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു തമാശ വേണ്ടിയിട്ട് പറയുന്നതാണ്. അങ്ങനെ ബിഗ് ബോസ് അവർക്ക് ഗ്യാസ് ഒക്കെ കൊടുത്തു. ഗ്യാസ് കൊടുത്തതിന് ശേഷം അവര് ലിവിംഗ് റൂമിലോട്ട് വിളിച്ചു വരുത്തുന്നു. എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇപ്പൊ എത്ര പോയിന്റ് ഉണ്ടെന്ന് അറിയാമോ? അപ്പൊ അവർ പറഞ്ഞു 250 പോയിന്റേ ഉള്ളൂ. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു പോയിന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആഴ്ച മുന്നോട്ട് പോകാൻ സാധിക്കുമോ, അതായത് അല്ലെങ്കിൽ അടുത്ത ആഴ്ച വരെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നൊക്കെ നമ്മുടെ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്. കാരണം ഭക്ഷണങ്ങളും ഡ്രസ്സും കാര്യങ്ങളൊക്കെ വീണ്ടും കുറഞ്ഞു വരികയാണ്. അപ്പോൾ അവരുടെ ഒരു സഹതാപം കാരണം കൊണ്ട് ബിഗ് ബോസ് ഒരു 1500 പോയിന്റ് കൂടി തരാന്ന് പറയുന്നുണ്ട്. ആ ഒരു 1500 പോയിന്റിന് പക്ഷേ ടാസ്ക് ഉണ്ട്. ആ ടാസ്കിൽ പങ്കെടുത്തിട്ട് ആ വിജയിക്കുന്നവർക്കാണ് ആ ഒരു പോയിന്റ്സ് കിട്ടുന്നത്. ആ ഒരു പോയിന്റ്സിനനുസരിച്ചിട്ട് നമുക്ക് വീണ്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ടാസ്ക് കൊടുക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ്. അതായത് വാദസംവാദം. അതായത് ഒരാൾക്ക് ഒരു സംഭവം കൊടുത്തിട്ട് അതിനെ അനുകൂലിക്കുകയും അതിനെ പ്രതികൂലിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ബിഗ് ബോസ് കൊടുത്ത ടാസ്ക്. അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ ആ ടാസ്കിലോട്ട് നൂറയേനും അതേപോലെ സരികയും വിളിക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഹോട്ട് സീറ്റിൽ വ്യക്തിഗത ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്ന് സരികയും വ്യക്തിഗത ചോദ്യങ്ങൾ ചോദിക്കാം എന്ന് നൂറയും വാദിക്കണം. അങ്ങനെ അവർ രണ്ടുപേരും നിന്ന് വാദിക്കുകയാണ്. ഒരു രക്ഷയില്ലാണ്ട് സരിക വാദിക്കുന്നുണ്ട്, നൂറ വാദിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ വാദങ്ങളൊന്നും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഇങ്ങനെ പോകും. കുറച്ച് സമയമാണ് കൊടുത്തിട്ടുള്ളൂ. ഒരാൾക്ക് ചിലപ്പോൾ 1 മിനിറ്റ് 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് മാക്സിമം അതിൻ്റെ ഉള്ളിൽ വാദിക്കണം. അതിനെ പ്രതികൂലിച്ച് മറ്റുള്ള ആളും വാദിക്കണം. അങ്ങനെ ആ ഒരു വാദത്തില് നമ്മുടെ സരികയാണ് വിജയിച്ചത്. ഫസ്റ്റത്തെ ആ ഒരു വാദത്തിൽ നൂറ തോറ്റുപോയി, സരികയാണ് വിജയിച്ചത്. പിന്നീട് വന്നത് നവീനും ശൈത്യമാണ്. അവർക്ക് കൊടുത്തുള്ള എന്താണെന്ന് വെച്ചുള്ള വീടിനുള്ളിൽ, അതായത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തുടരാൻ ഏറ്റവും യോഗ്യത എനിക്കാണ് എന്ന വിഷയത്തെ കുറിച്ചാണ് രണ്ടുപേരും കൊടുത്തത്. ശൈത്യക്കും നവീനും കൊടുത്തത്. രണ്ടുപേരും ആ ഒരു ചർച്ച, അതായത് എനിക്കാണ് എന്നുള്ളത് രണ്ടുപേരും ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കുക എന്നുള്ളതായിരുന്നു അവർക്ക് കൊടുത്ത ടാസ്ക്. അവരും ഈ പറയുന്ന പോലെ കുറെ അധികം സംസാരിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സംസാരത്തിൽ ഏറ്റവും കൂടുതൽ വന്നത് നവീന് നമ്മുടെ ശൈത്യക്കിട്ട് നല്ല പണി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശൈത്യയുടെ കൂടെ തന്നെ നമ്മുടെ അനുമോൾക്ക് കൂടി പണി കൊടുക്കുന്നുണ്ട് നമ്മുടെ നവീന്. അത് എന്താ വെച്ച് കഴിഞ്ഞാല്, ശൈത്യ എന്ന് പറയുന്ന ഒരു വ്യക്തി അനുമോളുടെ സാരിത്തുമ്പിൽ തൂങ്ങി നടക്കുന്ന ഒരു കഥാപാത്രമാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംവാദത്തിനെതിരെ നമ്മുടെ ശൈത്യക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ആ ഒരു സംവാദത്തിൽ നവീനാണ് ജയിക്കുന്നത്. അത് കഴിഞ്ഞപ്പോ അക്ബറും അഭിലാഷും അവർക്ക് കൊടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് വീടിനുള്ളിൽ ഗ്രൂപ്പ് ഗെയിമിംഗ് പ്ലാൻ ആണ് നല്ലത് എന്നും അക്ബർ, അതായത് ഗ്രൂപ്പ് പ്ലാനിങ് ആണ് നല്ലത് എന്നുള്ളത് അക്ബറും, അതുപോലെ ഗ്രൂപ്പ് പ്ലാനിങ് അല്ല, അതായത് ഒറ്റയ്ക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കുകയാണെന്നുള്ളതാണ് അഭിലാഷിനും കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അഭിലാഷും അക്ബറും തമ്മിൽ വാദം നടക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും വല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ അവർക്ക് കൊടുത്ത ആ ഒരു വിഷയത്തെ കുറിച്ച് തന്നെയാണ് രണ്ടുപേരും സംസാരിക്കുന്നത്. പക്ഷെ അതിലും അക്ബർ ആണ് വിജയിക്കുന്നത്. അങ്ങനെ പിന്നീട് ഷാരിക കേബിയും ഒനിയിലും അവർ രണ്ടുപേരും വന്നു. അവർക്ക് കൊടുത്തിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അവരെ ഒരു വട്ടം റെഡ് സോണിൽ വിട്ടിട്ടുണ്ടായിരുന്നു. ആ റെഡ് സോണിൽ നിന്നും വീട്ടിലേക്ക് പ്രവേശിക്കാൻ അർഹതപ്പെട്ടത് എനിക്ക് മാത്രമായിരുന്നു എന്നുള്ളതായിരുന്നു അവർക്ക് കൊടുത്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒനിയിലും അതേപോലെ നമ്മുടെ ശാരികയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ശാരികക്ക് ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ അല്ല സംസാരം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. കാരണം ഒനിയിൽ വളരെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ശാരികക്ക് അവിടെ ഉത്തരം മുട്ടിപ്പോയി എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. കാരണം ശാരികക്ക് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല, ചുമ്മാ ഇത് എന്നുള്ളത് മാത്രം പറഞ്ഞുള്ളൂ. പക്ഷെ ഒനിയിൽ നല്ല പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഇട്ട കാരണം കൊണ്ട് ആ ഒരു സംവാദത്തിൽ ഒനിയിലാണ് ജയിച്ചത്. അതിനുശേഷം പിന്നെ നവീൻ ശാരികയോട് പറയുന്നുണ്ട്, അതായത് ആ ഒരു ടാസ്ക് കുറച്ച് നേരത്തിനൊന്ന് സ്റ്റോപ്പാണ്. അത് കഴിഞ്ഞതിന് ശേഷം ശാരികയോട് നമ്മുടെ നവീൻ പറയുന്നുണ്ട്, ഞാനൊരു പണി കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതിന് പറ്റിയ ഒരു ഗെയിമായിട്ട് തന്നെയാണ് നമ്മുടെ ബിഗ് ബോസ് വന്നത്. കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മുടെ ശൈത്യ എപ്പോഴും അനുമോളുടെ പാവാടത്തുമ്പിൽ തൂങ്ങി നടക്കുന്ന ഒരു സംഭവം, അതായത് ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. പ്രതികാര ശക്തി കുറവും, അതേപോലെ അവൾ എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾ വാലും തൂങ്ങി നടക്കുന്ന ഒരു സംഭവമാണെന്നൊക്കെ പറയാൻ പറ്റിയ ഒരു സാഹചര്യം എനിക്ക് കിട്ടിയത് ഇപ്പോഴാണെന്നുള്ളതൊക്കെയാണ് നമ്മുടെ നവീൻ പറയുന്നത്. രണ്ടുപേർക്കും
കഴിഞ്ഞില്ല. അക്ബറും ആദില നൂറയും കലാഭവൻ ഷരികയും തമ്മിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അത് വേറെ ആരെയും കുറിച്ചല്ല, ഒനിയലിനെ കുറിച്ചാണ്. ഒനിയലിന്റെ ആ ഒരു പുറത്തു പോയി വന്നതിന് ശേഷമുള്ള ഒരു സംഭാഷണവും കാര്യങ്ങളും എല്ലാം മൊത്തത്തിൽ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. എല്ലായിടത്തും ഓരോ മരുന്നുകൾ ഇങ്ങനെ ഇട്ടു കൊടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ആയിരുന്നു അവരുടെ ഒരു ചർച്ചയിൽ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു ചർച്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ടാസ്ക് തുടങ്ങി. രേണുവും ബിന്നിയും അവർക്ക് കൊടുത്തത് ശുചിത്വവും സാഹചര്യത്തെ കുറിച്ച് ആശ്രയിച്ചാണ് എന്നുള്ളതാണ് കൊടുത്തത്. അതായത് ശുചിത്വം സാഹചര്യത്തെ കുറിച്ചാണ് എന്നുള്ളതിനെ കുറിച്ചാണ് സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് രേണുവിനും ബിന്നിക്കും കൊടുത്തത്. പക്ഷെ അവർ രണ്ടുപേരും അവർക്ക് ആ പറഞ്ഞ വിഷയം മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. രണ്ടുപേരും അവരെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചത്. അതില് നമ്മുടെ രേണുവിന്റെ തലയിൽ നിന്ന് പോകുന്ന പേനിന്റെയും മുടിയുടെയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബിന്നി രേണുവിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ബിന്നിയെ കുറിച്ചോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ശുചിത്വത്തെ കുറിച്ചോ അല്ലെങ്കിൽ ശുചിത്വത്തിന്റെ സാഹചര്യത്തെ കുറിച്ചോ ഒന്നും രണ്ടുപേരും പറയുന്നില്ല. രണ്ടുപേരും തേങ്ങ എന്നുള്ളതിന് മാങ്ങ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരാളെ തിരഞ്ഞെടുക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ രേണുവിനെയാണ് തിരഞ്ഞെടുത്തത്. രേണുവാണ് വിജയിച്ചത്. അതുപോലെ അടുത്തത് കൊടുത്തത് പ്രായവും ജീവിതാനുഭവവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് അനുമോളും ബന്ധമില്ല എന്ന് റന ഫാത്തിമയും വാദിക്കുക എന്നാണ്. അവരുടെ വാദമാണെങ്കിലോ ഈ അനുമോൾക്ക് എന്താണെന്നുള്ള ഒരു മണ്ടത്തരം മനസ്സിലായിട്ടില്ല. എന്താ ആ പറഞ്ഞതിനെ കുറിച്ചിട്ട് എന്താണ് പറയേണ്ടതെന്നുള്ളത് അനുമോൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. കാരണം അനുമോള് പ്രായത്തിനെ കുറിച്ചും ചേച്ചിന്ന് വിളിക്കും, ചേട്ടനെ ചേട്ടൻ വിളിക്കും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചും മാത്രമാണ് പറയുന്നത്. പക്ഷെ റെന ആണെങ്കിലും കുറച്ചുകൂടെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒന്ന് സംസാരിച്ച് അനുമോൾക്ക് വേണ്ട 4 കുത്തും കാര്യങ്ങളൊക്കെ നമ്മുടെ റന ഫാത്തിമയും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു കുത്തും കാര്യങ്ങളൊക്കെ കൊടുത്ത കാരണം കൊണ്ട് അവിടെ വിജയിച്ചത് നമ്മുടെ റന ഫാത്തിമ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഷാനവാസും ശരത്തും വന്നു. അവർക്ക് കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സൗഹൃദം ദുരുപയോഗം ചെയ്യുന്നത് തെറ്റാണെന്ന് ഷാനവാസും അതിൽ തെറ്റില്ലെന്ന് ശരത്തും വാദിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ രണ്ടുപേരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും വാദിച്ചത് വാദമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് എന്തോ കാര്യങ്ങൾ അവരുടെ പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് അവിടെ രണ്ടുപേരും സംസാരിച്ചത്. ശരത്താണെങ്കിലും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് സംസാരിച്ചു. നമ്മുടെ ഷാനവാസ് ആണെങ്കിലും ശരത്ത് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. പക്ഷെ രണ്ടുപേരും സംസാരിക്കേണ്ടത് എന്താന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത് അവിടെ എനിക്ക് മാത്രമല്ല കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അവരിൽ വിജയിച്ചതും നമ്മുടെ ശരത്ത് തന്നെയാണ്. കാരണം കുറച്ച് കൂടുതലധികം സംസാരിച്ചത് നമ്മുടെ ശരത്തായിരുന്നു. ഷാനവാസിന് സംസാരിക്കാൻ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ കൂളായി നിന്നിട്ട് വെറുതെ ആരോടോ കഥ പറയുന്ന പോലെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. സംഭവം എന്താ വെച്ചാൽ രണ്ടുപേർക്കും അവർക്ക് കൊടുത്ത മാറ്റർ എന്താന്നുള്ളത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ആ സംവാദത്തിൽ മറ്റേ ശരത്താണ് വിജയിക്കുന്നത്. അങ്ങനെ ആ വിജയിച്ച 7 പേരിൽ നിന്നും നമുക്കൊരു 2 പേര്, അതായത് ഒരു 3 പേരെ തെരഞ്ഞെടുക്കണം. അതായത് പണിപ്പുരയിലോട്ട് തെരഞ്ഞെടുക്കണം. അങ്ങനെ അതിൽ നിന്ന് ഒരു വാക്ക് തർക്കം നടക്കുന്നുണ്ട്. അതായത് ഈ ഒരു പണിപ്പുരയിലോട്ട് ആർക്കാണ് പോവേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആദ്യം രേണുവിന്റെ കാര്യം പറയുന്നുണ്ട്, പിന്നെ അനുവിന്റെ കാര്യം പറയുന്നുണ്ട്, അതുപോലെ നമ്മുടെ ഒനിയലിന്റെ കാര്യം പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ആ ഒരു സംവാദത്തിൽ ഒനിയൻ ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒനിയലിന് അവിടെ പോകണം, പണിപ്പുര ടാസ്കിൽ പോകണം, അവിടെ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരണം. ഇവിടെ വേറെ ആരും കൊണ്ടുപോയിട്ട് ഒരു തേങ്ങ ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്നൊക്കെ തന്നെയാണ് നമ്മുടെ ഒനിയൽ പറയുന്നത്. അങ്ങനെ ആ ഒരു സംവാദത്തിലും നമ്മുടെ ഒനിയൽ തന്നെയാണ് വിജയിച്ചത്. ആ ഒരു ടാസ്കിന് തെരഞ്ഞെടുത്തത് നമ്മുടെ ഒനിയലിനാണ്. അതൊക്കെ കഴിഞ്ഞും ആര്യനും റെനയും ജിസേലും അവര് അനുമോളെ കുറിച്ച്, അതായത് അനുമോള് കേൾക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ അനുമോൾക്ക് വഴക്കിടുമ്പോ ഭയങ്കര എനർജിയാണ്. ബാക്കി ഒരു കാര്യത്തിന് ഒരു കുന്തമില്ല, ഒരു ചാവാളി പോലെ അവിടെ ഇവിടെ തരാപരങ്ങൾ നടക്കുക, ഒരു ബിഹേവിയറും ശരിയല്ല എന്നുള്ള കാര്യത്തിലൊക്കെ ആദ്യം നമ്മുടെ അനുമോള് പറയുന്നുണ്ട്. പക്ഷെ അനുമോള് തൊട്ട് ബാക്കിൽ ഇത് കേൾക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. അവൾ ആ കേൾക്കുന്ന രീതിയിലോ അല്ലാത്ത രീതിയിലൊക്കെയാണ് അവിടെയും കുത്തിരിക്കുന്നത്. അതിനിടയ്ക്ക് നമ്മൾ ജിസേലിനും ഇട്ടിട്ട് പണി കൊടുക്കുന്നുണ്ട്. ചുമ്മാ ജിസേലിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ശരിയാവുന്നില്ല, അനുമോളാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ജിസേലിന് ചെറുതായിട്ടൊന്ന് കുത്തുന്നുണ്ട്. അത് ചുമ്മാ ഒരു നേരം പോക്കിന് അവരുടെ ഒരു തമാശയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. പക്ഷെ അത് കാണാനും കേൾക്കാനും നല്ല രസം ഉണ്ടായിരുന്നു. അങ്ങനെ ടാസ്ക് വീണ്ടും ആരംഭിക്കുകയാണ്. അടുത്ത ടാസ്ക് ആരംഭിച്ചു. അടുത്ത ടാസ്കിൽ എന്ന് പറഞ്ഞാല് 2 ടീമായിട്ടാണ്, എ ടീം ബി ടീം. ഇവർക്ക് കുറച്ച് കൊടികൾ കൊടുക്കുന്നുണ്ട്. ഒരു ടീമിന് മഞ്ഞ കൊടിയും ഒരു ടീമിന് പിങ്ക് കൊടിയാണ് കൊടുക്കുന്നത്. എന്നിട്ട് അവിടെ ഒരു മണ്ണ് നിറച്ചിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് ഏറ്റവും കൂടുതൽ കൊടി കുത്തിവെക്കുന്ന ടീം ജയിക്കും എന്നുള്ളതായിരുന്നു നമ്മുടെ ടാസ്ക്. ഇതിന് എ ടീമിലും കുറച്ച് ആൾക്കാരുണ്ട്, ബി ടീമിലും കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെ ടാസ്ക് തുടങ്ങി.
ടാസ്ക് തുടങ്ങിയത് എന്റെ പൊന്നോ, ഉന്തും തള്ളും അടിയും മറച്ചിടലും എല്ലായും മത്സരാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിടുന്നു, മാന്തുന്നു, എറിയുന്നു, പിന്നെ കുറെ ചീത്ത വിളിക്കുന്നു. അതിലിടക്ക് ഓരോരുത്തർ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഓരോ കൊടികളൊക്കെ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർ വരുന്നോട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും മറിച്ചിടുകയാണ്. അങ്ങനെ ഒരു കുറച്ചു നേരം ആ ഒരു ഉന്തും തള്ളിന്റെ ഇടയ്ക്ക് നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട്, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കൂ, നിങ്ങൾക്ക് 1 മിനിറ്റ് ഞാൻ സമയം തരാം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നുണ്ട്. എവിടെ കേൾക്കാൻ വേണ്ടിയിട്ട്, എല്ലാം അവിടെ തന്നെ കിടപ്പുണ്ട്. ബിഗ് ബോസ് ഒരു 2-3 വട്ടം പറയുന്നുണ്ട്, അതായത് നിങ്ങളൊന്ന് ശ്രദ്ധിക്ക്, കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്ക്, ഇതൊരു ഫിസിക്കൽ ടാസ്ക് ആണെങ്കിൽ പോലും അക്രമസക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. കാരണം അവിടെ അതിന്റെ ഉള്ളിൽ നടക്കുന്നത് അങ്ങനെയാണ്, പിടിച്ചു വലിച്ചിടുന്നു. അതേപോലെ ഷാനവാസിന്റെ കണ്ണിലോട്ട് ആരോ മണ്ണെറിയുന്നു, തിരിച്ച് അങ്ങോട്ടും മണ്ണെറിയുന്നു. പിന്നെ എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫിസിക്കലായിട്ട് ഇടിക്കാൻ പറ്റുന്ന സാഹചര്യത്തിനൊക്കെ അവിടെയൊക്കെ കൂടുതൽ നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് അവിടെ നടക്കുന്നത്. പക്ഷെ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും അവർ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ബിഗ് ബോസ് ഓൺ അടിക്കുന്നുണ്ട്, അതായത് ബെല്ലടിക്കുന്നുണ്ട്, നിർത്ത് എന്ന് പറഞ്ഞിട്ട് ബെല്ലടിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ബെല്ലിന് ശേഷം അവർ ആ മത്സരം അവസാനിപ്പിക്കുകയാണ്. പക്ഷെ ഒരു വട്ടം എന്നല്ല, ഒരു 5-6 വട്ടം ബെല്ലടിക്കുന്നുണ്ട്. അതിന് മുന്നേ പറയുന്നുണ്ട് മത്സരം അവസാനിച്ചു എന്ന് പറയുന്നുണ്ട്. ആരെ കേൾക്കാം, എല്ലാരും അങ്ങോട്ട് ആ മണ്ണില് ഉഴുന്ന് കെടുക്കുകയാണ് ആ കൊടി കുത്താൻ വേണ്ടിയിട്ട്. ഇതിലിടക്ക് അനുമോളുടെ രീതിയിൽ കൊടി അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. അത് കുഴപ്പമില്ലാത്തൊരു ഗെയിമിംഗ് ആണ്, നല്ല രീതിയിലൊക്കെ അതൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് ഒടുവിൽ മത്സരം അവസാനിച്ചു എന്ന് ബിഗ് ബോസ് പറഞ്ഞു. അങ്ങനെ ബിഗ് ബോസ് എല്ലാവരുടെയും നേരെ നമ്മുടെ എല്ലാവരോടും വന്ന് കുത്തിരിക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരുന്നു. എന്നിട്ട് ആ ഒരു ടീമിൽ വിജയിച്ചത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ആ കുത്തിയ കൊടികൾ എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ നവീനെ ജിസേലിനെയും ഏൽപ്പിക്കുകയാണ്. അവിടെ പോയിട്ട് നമ്മുടെ ആ ഒരു കൊടിയൊക്കെ എണ്ണയിൽ ബി ടീമിന്റെ കൊടിയായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ബി ടീമിലുള്ള അവര് വിജയിച്ചു. അവര് ഭയങ്കര ആഹ്ലാദപരമായി നിൽക്കുകയാണ്. അങ്ങനെ പണിപ്പുഴ ടാസ്കിലേക്ക് വീണ്ടും ഒരു 2 പേരെ കൂടി വേണം. അത് ആരൊക്കെയാണെന്നുള്ളത് തെരഞ്ഞെടുത്തപ്പോൾ ലാസ്റ്റ് നവീനും ജസീലിനെയാണ് ആ ഒരു ടാസ്കിലോട്ട് തിരഞ്ഞെടുത്തത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ശൈത്യയുടെ ജീവിത കഥയുമായിട്ട് വന്നിരിക്കുകയാണ്. അവൾക്ക് ഉണ്ടായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളും അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ആര്യൻ അവിടെ ഇരുന്ന് ചിരിക്കുകയാണ്. ആര്യൻ ആ ചിരിക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ കലാഭവൻ ശാരികക്ക് ഇഷ്ടമായില്ല. കലാഭവൻ ശാരിക പറഞ്ഞു, നീ ആ ഫ്രണ്ടിൽ നിന്നൊന്ന് മാറി അപ്പുറത്ത് പോയിരുന്നിട്ട് കിടക്ക് എന്ത് വേണം ചെയ്തെന്ന് പറഞ്ഞു. ആ സമയത്ത് ഇവരുടെ ഈ ഒരു ആക്ഷൻ കണ്ടിട്ട്, ഈ ഒരു ചിരിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ കലാഭവൻ ശാരികക്കും അതേപോലെ റെന ഫാത്തിമയ്ക്കും ചിരി വരുന്നുണ്ട്. ഈ ഒരു ചിരിക്കുന്നത് നമ്മുടെ മറ്റുള്ള മത്സരാർത്ഥികൾ കാണുന്നുണ്ട്. ശൈത്യ അവിടെ ഇരുന്നിട്ട് അവളുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിലിടക്കാണ് ഈ ഒരു ചിരി സംവാദം വരുന്നത്. അങ്ങനെ ആ ചിരിച്ചത് നമ്മുടെ ഷാനവാസിനാണെങ്കിലും അക്ബറിനാണെങ്കിലും അഭിലാഷിനാണെങ്കിലും ആരാണെങ്കിലും അവിടെ കണ്ട മറ്റുള്ള ആൾക്കാർക്കൊന്നും അത് വലിയ താല്പര്യമായിട്ട് തോന്നിയില്ല. കാരണം ഒരാൾ അവരുടെ ഒരു ജീവിതകഥ പറയുന്ന സമയത്ത് നമ്മൾ അതിനെ കേൾക്കാൻ ഇരുന്നില്ലെങ്കിലും ചിരിക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യമെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടായിരുന്നു. അങ്ങനെ പക്ഷെ അത് ചെയ്യാതെ നമ്മുടെ ആര്യൻ അവിടെ ഇരുന്ന് അതിന്റെ സൈഡിൽ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു മറ്റേ കഥ പറച്ചിൽ കഴിഞ്ഞേക്കാൻ നമ്മുടെ അഭിലാഷും അക്ബറും ഷാനവാസും ഒക്കെ വന്നിട്ട് നമ്മുടെ ആര്യന് ചെയ്തോടുന്നുണ്ട്. നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? നീ ചെയ്യുന്ന കണ്ടിട്ട് പലരും ഇവിടെ ചിരിക്കുന്നുണ്ടല്ലോ, ഒരാളൊരു കാര്യം പറയുമ്പോൾ ചിരിക്കാനാണോ വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ അഭിലാഷ് സംസാരിക്കുന്നുണ്ട്. ശാരികക്കും കലാഭവൻ ശാരികക്ക് സംഭവം മനസ്സിലാവുന്നുണ്ട്, അതുപോലെ റെനക്കും മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഇവർ 2 പേരുടെയും ചിരിയാണ് ഈ ഒരു പ്രോബ്ലത്തിന് കാരണം. കാരണം നമ്മുടെ ആര്യൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവനക്ക് ബാക്ക് പെയിൻ വന്നപ്പോൾ അവന്റെ മുഖത്ത് ഫസ്റ്റ് വന്ന ഒരു ആക്ഷൻ എന്ന് പറയുന്നത് ചിരിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് നോക്കിയാണ് നമ്മൾ ആരും പറയുന്നത്. പക്ഷെ അത് വളരെ മോശമായി തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരാളൊരു ജീവിത കഥ പറയുന്ന സമയത്ത് അത് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ അവിടെ നിന്ന് പോവുക, അല്ലെങ്കിൽ വേറെ എങ്ങനെയും മാറിയിരിക്കുക, അല്ലാതെ ഒരു ചിരിക്കുക മറ്റുള്ളവരെ ചിരിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളൊന്നല്ല ആരെയാണ് നീ ചെയ്യേണ്ടത് എന്ന് എനിക്ക് പറയാനുണ്ട്. കാരണം ശൈത്യയുടെ ഈ ഒരു ഇമോഷണൽ അവർക്ക് ചിരിക്കാനാണോ എന്നൊക്കെ തന്നെയാണ് നമ്മുടെ ഒനിയൽ ചോദിക്കുന്നത്. കാരണം നമ്മുടെ റെന ഫാത്തിമ ചിരിക്കുന്നത് ഒനിയൽ കണ്ടായിരുന്നു. പിന്നെ റെനയും ഒനിയലും തമ്മിലുള്ള വഴക്ക്, അതായത് ഒനിയലിന് എന്തുകൊണ്ടാണ് നമ്മൾ റെന ചിരിക്കാൻ കാരണം എന്നുള്ളത് കേൾക്കാനുള്ള ഒരു മാനസിക അവസരമൊന്നും ഉണ്ടായിരുന്നില്ല. റെനനെ ആമ്പാടെ ഷൗട്ട് ചെയ്യണം, അമൂൽ ബേബി അതാണ് ഇതാണ് തേങ്ങണം മാങ്ങണം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഷൗട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഒനിയലിന് സംഭവം മനസ്സിലായി. അവൻ പറഞ്ഞ കാര്യങ്ങൾ പലതും തെറ്റാണ്, ഇവൾ എന്തുകൊണ്ടാണ് ചിരിക്കാൻ കാരണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ മനസ്സിലായപ്പോൾ ഒനിയൽ വന്നിട്ട് മാപ്പ് പറയുന്നുണ്ട്, എല്ലാവരുടെ ഇടയിൽ വന്ന് മാപ്പ് പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാത്രി എല്ലാവരും കെടുക്കുന്ന സമയത്ത് ആര്യന്റെ ചിരിയെ കുറിച്ച് കലാഭവൻ ശാരികയും പിന്നെയും സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആര്യം പറയുന്നുണ്ട്, ഞാൻ ചിരിച്ചില്ല, എനിക്ക് ആ സമയത്ത് വന്ന ഒരു എക്സ്പ്രഷൻ ആണ് ഞാൻ കാണിച്ചത് എന്നൊക്കെ തന്നെയാണ് അവിടെ വീണ്ടും അവൻ പറയുന്നത്. പക്ഷെ
എന്റെ ഒരു കാഴ്ചപ്പാടിലും മറ്റുള്ള മത്സരാർത്ഥികളും കണ്ട ഒരു കാഴ്ചപ്പാട് വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ അത് വളരെയധികം മോശമായി പോയി എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം ആര്യൻ ആളൊരു കഥ പറയുമ്പോൾ അയാളുടെ ലൈഫിൽ ഉണ്ടാവുന്ന പല ഇമോഷൻസും ഹാപ്പിനെസ്സും എല്ലാം നമ്മൾ പറയുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് കേട്ടിരിക്കാനുള്ള ഒരു പക്വതയെങ്കിലും ആര്യ താങ്കൾ കാണിക്കണം എന്നാണ് എനിക്കും പറയാനുള്ളത്. ഓക്കെ, ഇനി എന്താണ് അടുത്ത ദിവസം നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അടുത്ത ദിവസം എന്തൊക്കെ വിശേഷങ്ങളാണ് അവിടെ ഉണ്ടാവുന്നത് എന്നുള്ളത് നമുക്ക് വഴിയെ അറിയാം. ഇപ്പോ ഓക്കെ, ബൈ.